രാഹുൽ സദാശിവൻ്റെ DS ഇറ. ഇന്നലെ പടം കണ്ടിരുന്നു. ഇനി പറയാൻ പോകുന്നത് പടത്തിനെപ്പറ്റി എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളും അതിൻ്റെ കുറച്ച് എക്സ്പ്ലനേഷനുമാണ്. ആദ്യമേ പറയട്ടെ, സ്പോയിലർ അഹെഡ്. പടം കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സ്റ്റോപ്പ് ഫ്രം ഹിയർ ആൻഡ് വാച്ച് മൂവി ഇൻ തിയേറ്റർ. ആദ്യം തന്നെ നമുക്ക് പടത്തിൻ്റെ പേരെന്ന് തുടങ്ങാം. എന്താണ് DS ഇറ? ഡേ ഓഫ് റാത്ത്, ഉഗ്രകോപത്തിൻ്റെ ദിനം എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. ഒരു ലാറ്റിൻ വാക്കാണ് DS ഇറ. അന്ത്യവിധി ദിനത്തിൽ മരിച്ചവർക്കും ജീവിച്ചവർക്കും ദൈവം വിധി എഴുതുന്ന ദിവസം, അതാണ് DS ഇറ. ഒരു വശത്ത് പ്രണയവും ഒരു വശത്ത് പ്രതികാരവും, അതാണ് മലയാളത്തിൻ്റെ DS ഇറ. പടം കണ്ടവർക്ക്, പടത്തിൻ്റെ കഥ അറിയുന്നവർക്ക് ഈ പടത്തിൻ്റെ ടൈറ്റിലും കഥയും തമ്മിലുള്ള ബന്ധം മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കൂടുതലായിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കാം. ഇനി നമുക്ക് പടത്തിൻ്റെ ക്യാരക്ടേഴ്സിലേക്ക് കടക്കാം. പ്രണവ് മോഹൻലാൽ ആസ് റോഹൻ. ഫസ്റ്റ് ഇൻട്രോ സീൻ മുതൽ തന്നെ രോഹൻ്റെ ഗ്രേ ഷെയ്ഡ് ക്യാരക്ടർ നമ്മളിലേക്ക് എത്തിക്കാൻ ഡയറക്ടറിന് സാധിക്കുന്നുണ്ട്. റിച്ച് ആയിട്ടുള്ള ഒരു പണച്ചാക്ക് വ്യവസായിയുടെ ന്യൂജൻ തലമുറയിൽപ്പെട്ട ഒരു പ്ലേ ബോയ് ക്യാരക്ടർ. ആരോടൊരു ഇമോഷണൽ കണക്റ്റും ഇല്ലാതെ ന്യൂജൻ ഭാഷയിൽ പറഞ്ഞാൽ കോസ്റ്റ് ചെയ്തും സോംബിയും ചെയ്തും ഓർബിറ്റും ചെയ്തും നടക്കുന്ന ഒരു ഗ്രേ ഷെയ്ഡ് ക്യാരക്ടർ. രണ്ടാമത്തെ ക്യാരക്ടർ കനി. കനിയുടെ ക്യാരക്ടർ എന്തൊക്കെയോ മിസ് ചെയ്ത പോലെ ഫീൽ ചെയ്തു. രോഹനോട് പ്യുവറായി സ്നേഹം തോന്നുകയും കല്യാണം കഴിക്കാൻ ആഗ്രഹം തോന്നുകയും ചെയ്തപ്പോൾ രോഹനാൽ ചതിക്കപ്പെട്ട, ഗോസ്റ്റ് ചെയ്യപ്പെട്ട കനി. പക്ഷേ കനി എന്തിനു സൂയിസൈഡ് ചെയ്തു? രോഹൻ ഉപേക്ഷിച്ചപ്പോൾ ഡിപ്രഷൻ വന്ന്, വിഷമം വന്ന് സൂയിസൈഡ് ചെയ്തതാണോ? അതോ ഫിലിപ്പ് മരണപ്പെട്ടതിന് ശേഷം ഫിലിപ്പിൻ്റെ ശല്യം കാരണം, ഫിലിപ്പിൻ്റെ ഗോസ്റ്റിൻ്റെ ശല്യം കാരണം സൂയിസൈഡ് ചെയ്തതാണോ? അതോ ആ വീട്ടിൽ വന്നു പോകുന്ന അനിയൻ്റെ ഫ്രണ്ട്സ്, അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയമാണോ? അതോ ഇനി പടത്തിൽ പറഞ്ഞു വെക്കാത്ത എന്തെങ്കിലും ക്യാരക്ടർ സെക്കൻഡ് പാർട്ടിന് വേണ്ടി ഡയറക്ടർ കരുതിയിട്ടുണ്ടോ? അങ്ങനെ കുറേ ഡൗട്ട് കനിയുടെ ക്യാരക്ടർ വന്നപ്പോൾ തോന്നി. ഈ ഡീറ്റെയിൽസ് നമുക്ക് വീഡിയോൻ്റെ കുറച്ചുകൂടി മുന്നോട്ട് ക്യാരക്ടർ മൊത്തം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പറയാം. അടുത്ത ക്യാരക്ടർ ഫിലിപ്പ്. ഫിലിപ്പിൻ്റെ ക്യാരക്ടർ ഒരു ക്രീപ്പി ക്യാരക്ടറായിട്ടാണ് ഫീൽ ചെയ്തത്. ഒരു വൺ സൈഡ് ലവ് ആയിരുന്നെങ്കിലും അവൾ ഡാൻസ് കളിക്കുന്ന സ്ഥലത്ത് പോയി തുറിച്ചു നോക്കിയതും ശല്യം ചെയ്തതൊക്കെ അയാൾ കാരണമാണോ ഇനി കനി മരിച്ച എന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടാക്കി വെക്കുന്നുണ്ട്. ഫിലിപ്പിന് അവളോട് പൂർണ്ണമായ ഒബ്സഷനായിരുന്നു. അവളുടേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എൻ്റേതാണ്, അവൾ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും എൻ്റേതാണ്. സ്വന്തം ഇഷ്ടം തുറന്നു പറയാൻ പറ്റാത്ത വൺ സൈഡ് ലവ് കൊണ്ട് നടക്കുന്ന ഒരാളോട് കൂടുതൽ ഒബ്സഷൻ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യും, എന്തൊക്കെ കാട്ടിക്കൂട്ടുമെന്ന് തോന്നുന്ന ഒരു ക്രീപ്പി ക്യാരക്ടർ, അതാണ് ഫിലിപ്പ്. അടുത്ത ക്യാരക്ടർ കിരൺ, കനിയുടെ ബ്രദർ. ഈ ക്യാരക്ടറിനെ കുറിച്ച് ഡയറക്ടർ കുറച്ച് ഹൈഡ് ചെയ്ത് വെച്ചാലും ഫീൽ ചെയ്തു. എന്തിനാണ് കിരണിനെ ഗോസ്റ്റ് ആക്രമിക്കുന്നതെന്നുള്ളതിന് ഒരു റീസൺ മനസ്സിലാക്കാൻ സാധിച്ചില്ല. രോഹൻ ആക്രമിക്കുന്നതിനൊരു പ്രോപ്പർ റീസൺ ഉണ്ടായിരുന്നു. രോഹൻ കനിയുടെ വീട്ടിൽ പോയപ്പോൾ അവിടുന്ന് അവളുടെ ക്ലിപ്പ് എടുത്ത് കൊണ്ടുവരുന്നുണ്ട്. ഫിലിപ്പിനൊരിക്കലും അവളുടേത് ആയ എല്ലാ സാധന സാമഗ്രികളും അവൻ്റേതാണെന്നുള്ളൊരു കാഴ്ചപ്പാടുള്ളൊരു ക്യാരക്ടറാണ് ഫിലിപ്പ്. അപ്പോൾ അവളുടെ ക്ലിപ്പ് എടുത്തുകൊണ്ട് വന്നപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഈ ഗോസ്റ്റ് രോഹൻ്റെ വീട്ടിലേക്ക് വരുന്നതും അവിടെ വെച്ച് അവനെ ആക്രമിക്കുന്നതും. പക്ഷേ കനിയുടെ ബ്രദറിനെ ആക്രമിക്കാനുള്ള റീസൺ പ്രോപ്പറായിട്ട് പടത്തിൽ പറയുന്നില്ല. അതുപോലെ തന്നെ മധുസൂദനൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ, അയാൾ അറ്റാക്ക് ചെയ്യാൻ വരുന്നതും അതിനൊരു പ്രോപ്പർ റീസൺ ഉണ്ടായിരുന്നു. ഈ രോഹനെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഗോസ്റ്റ് മധുസൂദനെതിരെ തിരിയാൻ തുടങ്ങിയത്. നമ്മൾ സിനിമയിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഗോസ്റ്റ് അപ്പിയർ ചെയ്യുന്ന സീനിൽ ശരിക്കും 2 ഗോസ്റ്റിനെ നമുക്ക് ഡയറക്ടർ കാണിച്ചു തരുന്നുണ്ട്. ഫസ്റ്റ് രോഹൻ ആക്രമിക്കുന്നുമുണ്ട്, രോഹനെ മുടിയിൽ തലോടുന്നുമുണ്ട്. ഫിലിപ്പിൻ്റെ ഗോസ്റ്റും കനിയുടെ ഗോസ്റ്റും ആ സീനിൽ നമ്മൾ കാണുന്നുണ്ട്. കനിയുടെ ഗോസ്റ്റിന് രോഹനോട് ഭയങ്കര ഒബ്സഷനുള്ള ലവ് ആയിരുന്നു, പക്ഷെ ഫിലിപ്പിന് ഭയങ്കര ദേഷ്യമായിരുന്നു. ഫിലിപ്പിൻ്റെ ഗോസ്റ്റ് വരുമ്പോൾ നമുക്ക് ചിലങ്കയുടെ സൗണ്ട് കേൾക്കാം. കനിയുടെ ഗോസ്റ്റ് ആണെങ്കിൽ കുറച്ച് സേതലായിരിക്കും, മുടിയിൽ തലോടുക, അങ്ങനത്തെ കുറച്ച് സീനുകൾ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നുണ്ട്. എത്ര പേര് ശ്രദ്ധിച്ചു എന്നറിയില്ല. അപ്പോൾ 2 ഗോസ്റ്റിനെ ഫസ്റ്റ് സീനിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കനിയുടെ ചിലങ്ക സൗണ്ട് കേൾക്കുന്ന സീനുകളിലൊക്കെ ഗോസ്റ്റ് ആയി വരുന്നത് ഫിലിപ്പാണ്. അപ്പോൾ ഫിലിപ്പ് എന്തിന് കിരണിനെ അറ്റാക്ക് ചെയ്യണം എന്നുള്ള ചോദ്യമാണ് ബാക്കി വെക്കുന്നത്. അതിൻ്റെ റീസൺ അനിയൻ അവളോടെന്തെങ്കിലും കനിയോടെന്തെങ്കിലും മോശമായിട്ട് ചെയ്തിട്ടുണ്ടോ? അതിൻ്റെ ലോജിക്ക് പ്രോപ്പറായി കൊടുക്കാത്ത പോലെ ഫീൽ ചെയ്തു. ഇനി ഇത് സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ടാണോ എന്ന് പോലും മനസ്സിലാവുന്നില്ല. ഈ
കനിയുടെ സൂയിസൈഡ്, അതിൻ്റെ പ്രോപ്പർ റീസൺ രോഹൻ കാരണമാണോ? ഇനി കിരൺ അനിയൻ ഇതിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? അവളെ കനിയുടെ വീട്ടിലേക്ക് അനിയൻ്റെ ഫ്രണ്ട്സാണ് വന്നുകൊണ്ടിരുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? അതുകൊണ്ടാണോ ഗോസ്റ്റ് കിരണിനെ ആക്രമിച്ചത്? ഇനി അത് ഫിലിപ്പ് തന്നെയാണോ കാരണം? ഇങ്ങനെ കുറേ ഡൗട്ടുകൾ അവശേഷിപ്പിച്ചുകൊണ്ടാണ് പടം ഡയറക്ടർ അവസാനിപ്പിച്ചിരിക്കുന്നത്. സോ ദ ക്വസ്റ്റ്യൻ ഈസ്, കനി എന്തിന് സൂയിസൈഡ് ചെയ്തു? കുറേ രീതിയിൽ നമുക്ക് ചിന്തിച്ചെടുക്കാം. രോഹൻ കനി ഉപേക്ഷിച്ച് പോയി, അവനോടുള്ള ഒബ്സഷൻ, ലവ് എല്ലാം കാരണം ഭയങ്കര ഡിപ്രഷനിലേക്കൊക്കെ പോയി സൂയിസൈഡ് ചെയ്തതെന്ന് നമുക്ക് ചിന്തിക്കാം. വേറൊരു രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ, ഫിലിപ്പ് മരിച്ചതിന് ശേഷം അയാളുടെ ഗോസ്റ്റ് അവളോടുള്ള കൂടുതൽ ഒബ്സഷൻ കാരണം ശല്യം ചെയ്ത് അവളെ സൂയിസൈഡിലേക്ക് തള്ളിവിട്ടതാണോ? അങ്ങനെ നമുക്ക് ചിന്തിക്കാം. അതുപോലെ തന്നെ കനി ഡാൻസ് ക്ലാസ് നിർത്തുന്നുണ്ട്. എന്തിന് ഡാൻസ് ക്ലാസ് നിർത്തിയെന്ന് പറയുന്നില്ല. അതിന് മുന്നേ ഫിലിപ്പ് അവളെ ഡാൻസ് ക്ലാസ്സിന് മുന്നിൽ വന്നിട്ട് നോക്കി നിൽക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പം കനി ഡാൻസ് ക്ലാസ് നിർത്തുകയുണ്ടായി. എന്തുകൊണ്ട് നിർത്തിയെന്നുള്ളൊരു റീസൺ പടത്തിൽ കാണിക്കുന്നില്ല. മരണത്തിൽ അനിയൻ്റെ ഫ്രണ്ട്സിനോ പങ്കുണ്ടോ? അങ്ങനെ എനിക്ക് ഫീൽ ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 രീതിയിൽ ഇതിൽ പറയുന്നുണ്ട്. എല്ലാവരും രോഹൻ്റെ ക്യാരക്ടറാണ് മെയിൻ റീസൺ എന്നാണ് കൂടുതലും ചിന്തിച്ചിട്ടുണ്ടാവുക. പക്ഷേ രോഹൻ്റെ ക്യാരക്ടറാണ് ഇവളുടെ മരണത്തിന് കാരണം എങ്കിൽ എന്തിനാണ് ഫിലിപ്പ് കനിയുടെ അനിയനെ അറ്റാക്ക് ചെയ്യുന്നത്? രോഹൻ, കനി, ഫിലിപ്പ് ഒരു ലവ് ട്രയാങ്കിൾ എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ കനിക്ക് രോഹനോട് പ്യുവർ സ്നേഹമായിരുന്നു. പക്ഷേ രോഹന് തിരിച്ചാ ഫീൽ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഫിലിപ്പ് കനിയോട് ഭയങ്കര ഒബ്സഷനായിട്ടുള്ള പ്രണയമായിരുന്നു. പക്ഷെ അവന് പറയാൻ പോലും പറ്റിയില്ല. കനിക്ക് അങ്ങനെ ഒരു ഫീലിംഗേ ഉണ്ടായിരുന്നില്ല. ഈ ക്യാരക്ടേഴ്സിൽ ഫിലിപ്പ്, കനി പോയിൻ്റ് ഓഫ് വ്യൂവിൽ എന്താണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായതെന്നുള്ള കാര്യം തീരെ പറയാത്തതുപോലെ ഫീൽ ചെയ്തു. ശരിക്കും കനി എന്തിനാണ് മരിച്ചത്? ഇനി അടുത്ത പാട്ടിന് വേണ്ടി ഇത്രയും ഡീറ്റെയിൽസ് ഡയറക്ടർ പറയാതെ വിട്ടതാണോ? കുറേ ചോദ്യങ്ങൾ അവശേഷിപ്പിച്ചുകൊണ്ടാണ് പടം കംപ്ലീറ്റ് ചെയ്യുന്നത്. പോസ്റ്റ് ക്രെഡിറ്റ് അവസാനം രോഹനെ ഗോസ്റ്റ് വിളിക്കുന്നൊരു സീനുണ്ട് രോഹന്. പക്ഷേ ആ സീനിൽ കനീൻ്റെ രീതിയിലാണ് കാണിക്കുന്നെങ്കിലും രോഹൻ ശരിക്കും ഞെട്ടുന്നുണ്ട്. കനിയാണെങ്കിൽ രോഹൻ അത്രയും ഞെട്ടേണ്ട ആവശ്യമുണ്ടോ? അതോ മൂന്നാമത് വേറൊരു ക്യാരക്ടർ കൂടെ ഉണ്ടോ? ആരും എവിടെയും കാണിക്കപ്പെടാത്ത കനിയുടെ മരണത്തിന് ഉത്തരവാദിയായിട്ടുള്ള വേറൊരു ക്യാരക്ടർ, വേറൊരു ഗോസ്റ്റ്. നിങ്ങൾക്ക് തോന്നുന്ന ഡൗട്ട്, ക്വസ്റ്റ്യൻസ് കമൻറ്റ് സെക്ഷനിൽ ആഡ് ചെയ്യുമോ? നമുക്ക് ഡിസ്കസ് ചെയ്യാം. എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഞാൻ വിശ്വസിക്കുന്നത് രാഹുൽ സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ, ഡീറ്റെയിൽസ് നമ്മുടെ പെർസ്പെക്റ്റീവിലേക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട്. ഐ എം എക്സ്പെക്ടിങ് എ സെക്കൻഡ് പാർട്ട് അനൗൺസ്മെൻറ്റ് സൂൺ ഫ്രം രാഹുൽ സദാശിവൻ. അതുപോലെ തന്നെ രാഹുൽ സദാശിവൻ്റെ മുന്നിലുള്ള 2 സിനിമകൾ ഇതിൽ കണക്ട് ചെയ്ത് പറയുന്നുണ്ട്. ഭൂതകാലത്തിലെ ഡോക്ടറായിട്ടുള്ള ജോർജ് ഈ സിനിമയിൽ ലാസ്റ്റ് വേർഷനിൽ വരുന്നുണ്ട്. അതിലൊരു ഹോണ്ടഡ് ഹൗസിനെ പറ്റി പറയുന്നുണ്ട്, അമ്മയും മകനെ പറ്റും. ഭൂതകാലത്തിലെ ക്യാരക്ടറിനെയാണ് പറയുന്നത്. അതുപോലെ തന്നെ അത് പറയുന്നത് മധുസൂദനോടാണ്. മധുസൂദൻ്റെ ക്യാരക്ടർ കാണിക്കുമ്പം, അയാളുടെ അമ്മയായിട്ടുള്ള ഡിസ്കഷൻ കാണിക്കുമ്പം അവിടുത്തെ വീട്ടിലെ ചുമരിൽ ഒരു ഫോട്ടോ കാണിക്കുന്നുണ്ട്. ആ ഫോട്ടോയുടെ ക്യാരക്ടറിൻ്റെ പേര് പറയുന്നുണ്ട്. ഈ മധുസൂദൻ ഒരു പോറ്റി കുടുംബമാണ്. ആ പോറ്റി ഫാമിലിയാണ് അവസാനത്തെ പടത്തിലെ ഭ്രമയുഗത്തിലെ മമ്മൂട്ടി ക്യാരക്ടർ. സോ മമ്മൂട്ടിയുടെ പോറ്റി ഫാമിലിയിലെ അവസാനത്തെ ഇപ്പോഴുള്ള പുതിയ തലമുറക്കാരനാണ് മധുസൂദനൻ പോറ്റി. ഭൂതകാലവും ഭ്രമയുഗവും എല്ലാം കൂടി കണക്ട് ചെയ്തതിന് യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണോ എന്നുള്ള ഒരു ചോദ്യമാണ് അവശേഷിക്കുന്നത്. ഇതിനൊക്കെയുള്ള ആൻസർ ഡയറക്ടർ തന്നെ തരാം. എനിക്ക് തോന്നിയ കുറേ കാര്യങ്ങളും എനിക്ക് തോന്നിയ കുറേ ഡൗട്ടുകളും ആണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്. സൈനിങ് ഓഫ്, ഹെസന.